ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 11ാമത്തെ യൂണിറ്റ് ആയ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 248-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. The slope of a line passing through 2, 5 is -2/3. Find the coordinates of two other points on this line. 5 ആണ്, ക്ലിയർ ആയില്ല അല്ലേ? 2, 5. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2, 5 പിന്നെ സ്ലോപ്പും തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -2/3. മറ്റേ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് x1 y1 ഉണ്ട്, x2 y2 ഇല്ല. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 - y1 ബൈ x2 - x1. അതായത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. ഇവിടെ വന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നു? സ്ലോപ്പ് ഇൻറ്റു x2 - x1 ഈക്വൽസ് y2 - y1. അങ്ങനെ ഞാൻ തിരിച്ചെഴുതുക. y2 - y1 ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x2 - x1. ഇവിടെ സ്ലോപ്പിന്റെ വില ഇവിടെ കൊടുക്കുകയാണ്. y2 - y1 കൊടുക്കുകയാണ്. y1 എത്ര? 5 ഈക്വൽ സ്ലോപ്പ് എത്ര? -2/3 ഇൻറ്റു x2 അറിയത്തില്ല, x1 5 സോറി 2. അപ്പം ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്റർ ഇവിടെ 3 ഉണ്ട്. അപ്പം 3യുമായിട്ട് കട്ട് ചെയ്യുന്ന നമ്പർ വേണം ഇവിടെ x2 കൊടുക്കാൻ. നമ്മൾ x2 ഏത് വില കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇവിടെ y2 നമുക്ക് കിട്ടും. ഇപ്പം 5 കൊടുക്കുകയാണെങ്കിൽ 5 - 2 ഈസ് 3. 3യും 3യും കട്ടായി പോകും. അത് കണക്ക് നമുക്ക് ഇവിടെ 2 സബ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് 3യുടെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂടി വരുന്ന നമ്പേഴ്സ് വേണം ആഡ് ചെയ്യാൻ. അതായത് 5, പിന്നെ അടുത്ത എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് എത്രയാണ്? 3, 6, 9 ഇങ്ങനെ പോകും. അതിന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് എന്തുകൊണ്ട്? ഇവിടെ 2 നമ്മൾ സബ്ട്രാക്ട് ചെയ്യും അല്ലേ? അപ്പം 2 കൂടെ ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഇവിടെയാണ് ഇവിടെ x2 കൊടുക്കാൻ. കാരണം നമ്മളിവിടെ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആകുകയുള്ളൂ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആകില്ല. അപ്പം 6 വരെ അവിടെ നമ്മൾ എന്ത് എടുക്കണം? 2 ആഡ് ചെയ്യുമ്പോൾ എല്ലായിടത്തും 2 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കുമ്പോൾ 5 കൊടുക്കാം, 8 കൊടുക്കാം, 11 കൊടുക്കാം. അപ്പൊ ഞാനിവിടെ x2 നമുക്ക് ഇവിടെ ഒരെണ്ണം 5 x1 2 വന്ന് x2 ഞാൻ 5 കൊടുക്കുന്നില്ല, അടുത്ത നമ്പർ കൊടുക്കുന്നു 8 കൊടുക്കുന്നു. അപ്പം when x2 ഈക്വൽസ് 8, മനസ്സിലായി എങ്ങനെയാ കൊടുക്കണ്ടേന്ന്? 3 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് വേണം ഇവിടെ x2 ആയിട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മള് 3യുടെ മൾട്ടിപ്പിൾ വരുമ്പോൾ 3, 6, 9 ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 2 1 വരും, പോവോ? ഇല്ല. 6 കൊടുക്കുകയാണെങ്കിൽ 6 - 2 4 വരും, പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ 2 കട്ടാവുന്നതുകൊണ്ട് 2 മൈനസ് ചെയ്യുന്നതുകൊണ്ട് 2 കൂടെ 3യുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് വേണം ഇവിടെ x2 ആയിട്ട് കൊടുക്കാൻ. ഞാൻ 5 വെച്ചാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്. ഇനി 8 ആണ് നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കാൻ പോകുന്നത്. when x2 ഈക്വൽസ് 8, y2 - 5 ഈക്വൽസ് -2/3 ഇൻറ്റു x2 8 - 2. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം? y2 - 5 ഇസ് ഈക്വൽ ടു y2. അപ്പൊ ഇതങ്ങ് മായ്ക്കാം. മനസ്സിലായല്ലോ എങ്ങനെയാ വന്നത്? ഇവിടെ എഴുതാം. y2 - 5 ഇസ് ഈക്വൽ ടു -2/3 ഇൻറ്റു 8 - 2 6 ഉണ്ടോ? അപ്പം 3യുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സ് ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കട്ടാക്കാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 3 6ൽ 2 ടൈംസ്. y2 - 5 ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു 2. y2 - 5 is equal to
മൈനസ് 4. അപ്പോൾ y2 എത്ര കിട്ടും? -4. ഈ -5 അപ്പുറത്തുകൊണ്ടിടണം, +5 ഈക്വൽ. അപ്പൊ x2 കിട്ടി, y2 കിട്ടി. അപ്പൊ x2 8 ആയിരുന്നപ്പോൾ y2 എന്ത് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ? അപ്പൊ മറ്റേ പോയിന്റ് ഏതാണ്? അതർ പോയിന്റ് ഈസ് 8 1. അതർ പോയിന്റ് ഈസ് 8 1. അതായത് x2 y2 നമുക്ക് കിട്ടി. 248 തേർഡ് ക്വസ്റ്റ്യൻ. The slope of a line passing through 3 1 is -1/2. Check whether the points given below are on the line or not. ഈ പോയിന്റും ഈ പോയിന്റുമായിട്ട് ഓരോന്നും ചെക്ക് ചെയ്യണം. അപ്പൊ സ്ലോപ്പ് -1/2 ആണോ എന്ന് കിട്ടുന്നുണ്ടോന്ന് നോക്കണം. കിട്ടുവാണെങ്കിൽ ദീസ് പോയിന്റ്സ് ആർ ഓൺ ദ ലൈൻ, അതർവൈസ് ദേ ആർ നോട്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ പോയിന്റ് എഴുതാം. 3 1 5 2. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 minus y1 by x2 minus x1 equals 2 minus 1 by 5 minus 3. 2 minus 1 is 1, 1 by 2. പക്ഷെ നമുക്ക് കിട്ടേണ്ട സ്ലോപ്പ് എത്രയാണ്? -1/2 അല്ലേ? അപ്പം ദിസ് പോയിന്റ് ഈസ് നോട്ട് ഓൺ ദിസ് ഗിവൺ ലൈൻ. അടുത്ത നോക്കാം, രണ്ടാമത്തത്. 3 1ഉം 1 0 എടുക്കാം. ഇവിടെ നമ്മൾ സ്ലോപ്പ് നോക്കുക. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 minus 1 by 1 minus 3. -1 by 0 minus 1 എന്ന് പറയുമ്പോൾ എത്ര വരും? -1. 1 minus 3 എന്ന് പറയുമ്പോൾ എത്ര വരും? -2. രണ്ടിടത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് കട്ടായി പോവും. നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടേണ്ട എന്താണ്? -1/2. അപ്പം ഈ പോയിന്റും ശരിയല്ല. 1 0യും നോട്ട് ഓൺ ദ ലൈൻ പാസിംഗ് ത്രൂ 3 1. ഇനി അടുത്തത് 3 1ഉം 4 3 നോക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 4 minus 3 1 sorry 3 minus 1 by 4 minus 3. തെറ്റിപ്പോയിട്ട് x1ഉം y1ഉം x2ഉം y2 എടുക്കുമ്പോൾ കേട്ടോ. 3 minus 1 is 2. 4 minus 3 is 1. 2 by 1 is 2. അതും ഈ ലൈനിലെ പോയിന്റ് അല്ല. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കാം. 3 1ഉം 2 minus 1. സ്ലോപ്പ് ഈക്വൽ -1 minus 1 by 2 minus 3. മൈനസ് രണ്ട് മൈനസ് ആയതുകൊണ്ട് ആഡ് ആൻഡ് ഗുഡ് നെഗറ്റീവ് സൈഡ്. -1 -1 കൂട്ടാം -2 വരും അല്ലേ? 2 minus 3 ചെറുതീന്ന് വലുത് കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടും. എത്ര വരും? -1. രണ്ടിടത്ത് നെഗറ്റീവ് കട്ടാകുമ്പോൾ എന്ത് വരും? +2 എന്ന് വരും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ 4 പോയിന്റും 3 1 എന്ന പോയിന്റ് പാസ് ചെയ്യുന്ന ലൈനിൽ കൂടി പോകുന്നില്ല. ദീസ് പോയിന്റ്സ് ആർ നോട്ട് ഓൺ ദ ലൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. അവസാനം നമുക്ക് വേണമെങ്കിൽ എഴുതാം, ദീസ് പോയിന്റ്സ് ആർ നോട്ട് ഓൺ ദിസ് ലൈൻ. ഓൺ ദിസ് ലൈൻ എന്ന് പറയുമ്പോൾ ലൈൻ പാസിംഗ് ത്രൂ 3 1. ഓക്കെ, അടുത്ത ചോദ്യം. We have seen that if y1, y2, y3 dash dash is an arithmetic sequence, then the points 1 y1, 2 y2, 3 y3 dash dash are all on the same line. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പ്രൂവ് ചെയ്തതാണ്. They are on the same line. ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്. What is the relation between the slope of this line? ഈ ലൈനിന്റെ സ്ലോപ്പും പിന്നെന്താണ് കോമൺ ഡിഫറൻസ്? അത് അരിത്തമാറ്റിക് സീക്വൻസ്. അരിത്തമാറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് കണ്ടെത്താം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് എഴുതാം. y1 y2 y3 is an arithmetic sequence എന്ന് പറയുന്നു. അപ്പൊ arithmetic sequence ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഈക്വൽ ആയി. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് എഴുതാം. y2 minus y1ഉം y3 minus y2 they are equal. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, രണ്ടാം പദം മൈനസ് ഒന്നാം പദവും മൂന്നാം പദം മൈനസ് രണ്ടാം പദവും ഒന്ന് തന്നെയാണ്, തുല്യമാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ്
കോമൺ ഡിഫറൻസ് ഡി. ഇനി നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് നോക്കാം. എന്താണ്? കൺസിഡർ 1y1 ആൻഡ് 2y2. ഇത് രണ്ടും എടുക്കാം. അപ്പൊ ഇവിടെ സ്ലോപ്പ് എത്ര? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ദാറ്റ് ഈസ് y2 മൈനസ് y1 ബൈ 1. അപ്പൊ എത്ര? y2 മൈനസ് y1 തന്നെ അല്ലേ? അപ്പൊ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 എന്ന് കിട്ടി. ഇനി അടുത്ത രണ്ട് പോയിന്റ് നമ്മളുടെ സ്ലോപ്പ് നമുക്ക് നോക്കാം. കൺസിഡർ 2y2 ആൻഡ് 3y3. അപ്പൊ ഇവിടെ നമുക്ക് സ്ലോപ്പ് നോക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y3 മൈനസ് y2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. y3 മൈനസ് y2 എന്ന് പറയുന്നത് എത്രയാണ്? y3 മൈനസ് y2 തന്നെ. ഈക്വൽ ടു y3 മൈനസ് y2 ബൈ 3 മൈനസ് 2 എത്ര? 1. ഇതെന്ന് പറയുന്നത് y3 മൈനസ് y2 തന്നെയാണ്. നോക്കിക്കേ, y2 മൈനസ് y1 എന്ന് പറയുന്നതും y3 മൈനസ് y2 എന്ന് പറയുന്ന എല്ലാം കോമൺ ഡിഫറൻസ് ആണ്. അപ്പം നമുക്ക് എന്താ പറയാം? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. ദിസ് ഈസ് ഈക്വൽ ടു ഡി. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു ഡി. Therefore, we can say that slope equals common difference. Slope of this line. Slope of this line is equal to the common difference of the arithmetic sequence. Okay. അഞ്ചാമത്തെ ചോദ്യം നേരത്തെ ചെയ്ത പോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. We have seen that x1, x2, x3 dash dash and y1, y2, y3 dash dash are arithmetic sequences. Then the points with the coordinates x1, y1, x2, y2, x3, y3 all lie on the same line. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. What is the relation between the slope of this line and the common difference of the arithmetic sequences? അതായത് ഈ വരയുടെ ചരിവും കോമൺ ഡിഫറൻസും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്, റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? x1, x2, x3 dash dash is an arithmetic sequence. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര? d is equal to x2 മൈനസ് x1 എന്ന് എഴുതാം. പിന്നെ x3 മൈനസ് x2 എന്ന് എഴുതാം. ഇത് രണ്ടും കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? അല്ലെ ഇങ്ങനെ ഒരുമിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. x2 മൈനസ് x1 ഈക്വൽ ടു x3 മൈനസ് x2 ഈക്വൽസ് കോമൺ ഡിഫറൻസ്. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് y1, y2, y3 അതും അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് y2 മൈനസ് y1 ഈക്വൽ ടു y3 മൈനസ് y2. അപ്പോൾ അതിനും d എന്ന് എങ്ങനെ കൊടുക്കാം? ഇതിന് d1 എന്ന് കൊടുക്കാം, മറ്റേതിന് d2 എന്ന് കൊടുക്കാം. രണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കൺസിഡർ x1, y1, x2, y2. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x. ഇതാണ് സ്ലോപ്പ്. അപ്പൊ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് d1 ആണ് അല്ലേ? d2 ആണ്. x2 മൈനസ് x1 എന്ന് പറയുന്നത് d1 ആണ്. അപ്പൊ d2 ബൈ d1 എന്ന് എഴുതാം. ഇനി അടുത്തത് കൺസിഡർ ദ പോയിന്റ്
ഇതങ്ങ് വായിച്ചേക്കാം. നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതിയല്ലോ. മോളിൽ നിന്ന് എഴുതാം. കൺസിഡർ x2 y2 and x3 y3. ഇത് രണ്ടും എടുത്താൽ അതിന്റെ സ്ലോപ്പ് എങ്ങനെയാണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y3 മൈനസ് y2 ബൈ x2 മൈനസ് x3 മൈനസ് x2. y3 മൈനസ് y2 അത് d2 ആണ്, ഇത് d1 ആണ്. അപ്പം സ്ലോപ്പ് എന്തിന് ഈക്വൽ ആയിട്ട് വന്ന രണ്ട് d2 ബൈ രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് വൺ. അപ്പൊ നമുക്ക് റിലേഷൻ എഴുതാം. എന്താണ്? സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈക്വൽസ് കോമൺ ഡിഫറൻസ് ഓഫ് സെക്കൻഡ് വൺ. ഞാൻ ആദ്യം ഫസ്റ്റ് എന്നുണ്ട്, സോറി. കോമൺ ഡിഫറൻസ് ഓഫ് സെക്കൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസ്. മനസ്സിലായോ? അത് അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് എഴുതാം. d2 ഈസ് d1 എന്ന് എഴുതാം. d2 ഈസ് d1, d2 ഈസ് d1 റേഷ്യോ ആയിട്ട് എഴുതാം. d2 ഈസ് d1. ഓക്കെ. ആറാമത്തെ ചോദ്യം, ഫൈൻഡ് അനദർ പോയിന്റ് ഓൺ ദ ലൈൻ ത്രൂ 1, 3. അതായത് 1, 3 കൂടെ 1, 3 വിത്ത് സ്ലോപ്പ് 1/2. അപ്പൊ ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ആൻഡ് അനദർ പോയിന്റ് ഓൺ ദ ലൈൻ ത്രൂ ദ സെയിം പോയിന്റ്. ഈ പോയിന്റിൽ കൂടെ വേറൊരു ലൈൻ കൂടെ ഉണ്ട്. ആ ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. താഴത്തെ പോയിന്റ് 1, 3. ആ പോയിന്റിൽ കൂടെ വേറൊരു ലൈൻ കൂടെ ഉണ്ട്. അതിന്റെ സ്ലോപ്പ് എത്ര? -2. അപ്പൊ ഈ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ രണ്ടിന്റെ ഓരോ കോർഡിനേറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം 1, 3 കൂടെ പോകുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് 1/2 ആണ്. അനദർ പോയിന്റ് കണ്ടുപിടിക്കണം. 1, 3 സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ലൈൻ ഉണ്ട്. അതിന്റെ സ്ലോപ്പ് -2 ആണ്. അതിന്റെ ഈ പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് തെളിയിക്കാനുള്ളത് ഈ രണ്ട് ലൈനുകളും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ദ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -1 ഇൻ ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 അല്ലേ കിട്ടുന്നത്? 1/2 ഇൻറ്റു -2 -1 അല്ലേ? അപ്പൊ അങ്ങനെ -1 കിട്ടുമ്പോൾ എന്താണ്? ദ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -1 ഇൻ ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറയും. അത് നമ്മൾ പഴയ ടെക്സ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ ഒന്നുമില്ല. അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യണം. അത് പൈതഗോറസ് തിയറം വെച്ച് പ്രൂവ് ചെയ്യാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ലൈനിന്റെ രണ്ടാമത്തെ പോയിന്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ 1, 3യും അടുത്ത പോയിന്റ് നമുക്ക് അറിയത്തില്ല. x2 y2 എന്നും കൊടുക്കാം. സ്ലോപ്പ് 1/2 വെച്ചിട്ട് ചെയ്യാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് y2 മൈനസ് y1 ഈസ് 3 ആണ്. x2 മൈനസ് x1 1. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 1/2. 1/2 ഈക്വൽസ് y2 മൈനസ് 3 ബൈ x2 മൈനസ് 1. y2 മൈനസ് 3 is equal to half into ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x2 മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാ നമ്മൾ നോക്കണം. ഇവിടെ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് 2 ആയിട്ട് പോകുന്നത്. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് എടുക്കണം. 2ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ 2, 4,
6. ഇവിടെ -1 ഒന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്നും കൂടെ ആഡ് ചെയ്ത നമ്പർ വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ 3 എടുക്കാം അല്ലേ. അപ്പോൾ 3 - 1 എന്ന് പറയുമ്പോൾ 2 കട്ട് ചെയ്ത് പോകുമ്പോൾ 2 × y. അപ്പോൾ അത് നമുക്ക് ഈ പോയിന്റ് തന്നെ കിട്ടുന്നു. നമുക്ക് വേറെ നമ്പർ എടുക്കാം. 4 + 1 5 എടുക്കാം. y2 - 3 is equal to half into 5 - 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y2 - 3 is equal to half into y2 - y3 is equal to half into 5 - 1 is 4. കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ y2 is equal to ഈ -3 അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പുറത്തോട്ട് എഴുതാം. y2 is equal to ഇവിടെ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 2 ഈ -3 അപ്പുറത്തോണ്ട് +3. 2 + 3 5. നമുക്ക് ആദ്യത്തെ കോർഡിനേറ്റ് കിട്ടി. x2 നമ്മൾ 5 കൊടുത്തപ്പോൾ y2 5 തന്നെ വന്നു. 5 5 എന്ന് കിട്ടി. ഇനി അടുത്തത് രണ്ടാമത്തെ നമുക്ക് ചെയ്യണം. നമുക്ക് രണ്ടാമത്തത് 1 3 അടുത്ത പോയിന്റ് x2 y2 സ്ലോപ്പ് -2. അപ്പോൾ y2 - y1 is equal to slope into y2 - y1 is equal to slope into x2 - x1. ആ രീതിയിലോട്ട് നമുക്ക് എടുക്കാം. y2 - y1 is 3. Slope -2 into x2 - x1 is 1. അപ്പോൾ ഇവിടെ 1 സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് x2 ഇവിടെ ഫ്രാക്ഷനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. എത്ര 5ഓ 6ഓ 8ഓ കൊടുക്കാം. y2 - 3 is equal to -2 into 6 കൊടുക്കാം. 6 - 1. y2 - 3 is equal to -2 into 5. അപ്പോൾ എത്ര കിട്ടും? y2 - 3 is equal to -10. അപ്പോൾ y2 നമുക്ക് -3 അപ്പുറത്തോണ്ട് വരുമ്പോൾ +3 ആവും. y2 is equal to -10 + 3 is equal to -7. അപ്പോൾ x2 നമുക്ക് എന്ത് കിട്ടി? ഇതോട് നമ്മൾ 6 കൊടുത്തു അല്ലേ. അപ്പോൾ y2 എത്ര കിട്ടി? -7 എന്ന് കിട്ടി. ഇത് മറ്റൊരു പോയിന്റ്. ഇത് നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ പോയിന്റ് ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ വെച്ച് നമുക്കിത് കണ്ടുപിടിക്കണം. അത് 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യണം. അടുത്ത നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യുക. ആദ്യത്തെ ചിത്രം ഇതായിരുന്നു. 1 3 സ്ലോപ്പ് -1/2 വേറൊരു പോയിന്റ് നമ്മൾ 5 5 എന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ലൈൻ 1 3 തുടങ്ങുന്ന ലൈനിന്റെ മറ്റേ എൻഡിലെ പോയിന്റ് കണ്ടുപിടിച്ചു. 6 - 7 സ്ലോപ്പ് 2. ഇനി ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആണ് പ്രൂവ് ചെയ്യണം. പൈതഗോറസ് തിയറം വെച്ച് പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിന് പേരൊക്കെ കൊടുക്കാം. A B C. അപ്പം പൈതഗോറസ് തിയറം വെച്ച് ചെയ്യുമ്പോൾ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ A = 90 ഡിഗ്രി. ദിസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ബിക്കും സിക്കും ഒക്കെ വാല്യൂ കൊടുക്കാം. ഇവിടെ 5 5 ഇവിടെ 6 -7. ആദ്യം എ ബി കാണാം. എ ബി ഈക്വൽസ് root of 5 - 1 whole square plus 5 - 3 whole square equals 5 - 1 4 square plus 5 ന് 3 2 square root of 16 പിന്നെ 2ന്റെ സ്ക്വയർ 4 16 4 20 റൂട്ട് 20 എന്ന് കിട്ടി. എ ബി കിട്ടി, റൂട്ട് 20. നമ്മൾ എ സി കണ്ടുപിടിക്കും. എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 - 1 ഹോൾ സ്ക്വയർ പ്ലസ്
-7 -3 whole square equals root of 6 minus 1 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ പ്ലസ് 2 നെഗറ്റീവ് ആഡ് ആൻഡ് പുട്ട് നെഗറ്റീവ്സ് അപ്പോൾ -10 എന്ന് വരും 10ന്റെ സ്ക്വയർ ഈക്വൽസ് റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ 25 -10ന്റെ സ്ക്വയർ 100 100ഉം 25ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 125 എന്ന് കിട്ടും 125 AC കിട്ടി. ഇനി BC നമുക്ക് കണ്ടുപിടിക്കാം. BC is equal to root of 6 minus 5 whole square plus -7 minus 5 whole square equals root of 6 minus 5 എന്ന് പറയുമ്പോൾ 1 square പ്ലസ് ഇവിടെ 2 നെഗറ്റീവ് -7 -5 അപ്പൊ കൂട്ടുമ്പോൾ -12 കിട്ടും അല്ലേ -12 whole square 1 square 1 -12ന്റെ സ്ക്വയർ 12 144 144 145 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ ഇത് കിട്ടുന്നില്ലേ നോക്കേ അതായത് AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ അതായത് റൂട്ട് 20 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 125 ഹോൾ സ്ക്വയർ റൂട്ട് 20 ഹോൾ സ്ക്വയർ ആകുമ്പോൾ 20 ഇത് 125 20 125 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും 145 എന്ന് കിട്ടും. അപ്പോൾ ഈ 145 എന്നുള്ളത് ഏതിന്റെ സ്ക്വയർ ആണ് BCയുടെ സ്ക്വയർ 145 ഈക്വൽസ് BC സ്ക്വയർ ഉണ്ട്. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം this angle A equals 90 degree, the lines are perpendicular. Angle നമുക്ക് അങ്ങ് എഴുതാം. Since angle A equals 90 degree, the lines are perpendicular. 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നത് റൈറ്റ് ആംഗിളില് ട്രയാംഗിളില് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ എക്സസൈസിലെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ. ഓക്കെ, നമുക്ക് അങ്ങ് എഴുതാം. സിൻസ് angle A equals 90 degree, the lines are perpendicular. 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നത് റൈറ്റ് ആംഗിളില് ട്രയാംഗിളില് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ എക്സസൈസിലെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ.